ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. നമ്മളില്ലേ പല ടൈപ്പിൽ ചിക്കൻ കറി ഉണ്ടാക്കൂലേ. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈപ്പിൽ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഞാൻ ഇത്രയും പറയുന്നുണ്ടെങ്കിൽ അത് അത്രയ്ക്കും അടിപൊളിയായിട്ടോ. ചപ്പാത്തി, ചോറ്, നെയ്ച്ചോറിനൊക്കെ നല്ല സൂപ്പർ കോംബോ ആട്ടോ. നോർമൽ ഉണ്ടാക്കുന്ന ചിക്കൻ കറീനേക്കാൾ ചെറിയൊരു ഡിഫറൻസ് ആട്ടോ ഇതിനുള്ളത്. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു കിലോ ചിക്കായി ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മസാല തേച്ച് ഒരു അരമണിക്കൂർ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ അപ്പം തന്നെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ഒരു അര കപ്പ് തേങ്ങയും വെളുത്തുള്ളിയും ഇഞ്ചിയും അര ടീസ്പൂൺ ചെറിയ ജീരകവും അര ടീസ്പൂൺ തന്നെ വലിയ ജീരകവും എടുത്തിട്ട് നല്ല പോലെ ബ്രൗൺ കളർ ആകുന്നവർ ഇതൊന്ന് വറുത്തെടുക്കുക കേട്ടോ. ഈ തേങ്ങ ഈ ഒരു കളറായപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ചെറിയ ഉള്ളിയില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കളറായാലും തീ ഓഫ് ചെയ്തിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ നല്ലപോലെ ചൂട് മാറിയതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് വരവത് ഇതൊന്ന് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കി തുടങ്ങാം. വേറൊരു വലിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏത് പാത്രം വേണമെങ്കിൽ വെക്കാം കേട്ടോ. എന്നിട്ട് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിൽ എടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ചിക്കനൊക്കെ ഇതാ നല്ലപോലെ തിരിച്ചും മറിച്ചോട്ട് ഉള്ളി നല്ലപോലെ കുക്കായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വെളുത്തുള്ളില്ലേ അത് ഇതേപോലെ ഒന്ന് ചതച്ചതെടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഈ നേരത്തെ ഒഴിച്ചാൽ ഫ്രൈ ചെയ്ത എണ്ണയില്ലേ അതെന്നെ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ആ മസാലയൊക്കെ ഇടുന്ന നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും. ഇനിയിപ്പോൾ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ അതും വഴറ്റി കൊടുക്കാം. എന്നതിന് ശേഷം ഒരു 3 ഉള്ളി മീഡിയം സൈസ് സ്ലൈസായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. മീഡിയം സൈസ് ആയിട്ടുള്ള ഉള്ളിയാണ് എടുത്തത്. അതും ഇതിലേക്ക് ഇട്ടിട്ട് ഉള്ളി നല്ലപോലെ വഴന്ന് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2 തക്കാളി ഇതേപോലെ ചെറുതായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ നല്ല പോലെ ഉടഞ്ഞു വരണം കേട്ടോ. തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം വാടി വരണം. തീരെ കടിക്കുന്ന പരുവം അങ്ങനെ ആവുകയേ ചെയ്യരുത് കേട്ടോ. ഈ മസാലകളൊക്കെ ഇല്ലേ നല്ലോണം വാടി വന്നാൽ നമ്മളെ കറിക്ക് പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലില്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളകാട്ടോ ഞാൻ എടുത്തത്. ഇവിടെ അധികം എരിവ് ഞങ്ങൾക്ക് വേണ്ട, അതുകൊണ്ടാണ് നമ്മൾ എരിവിന് അനുസരിച്ച് മുളക് പൊടിൻ്റെ അളവ് കൂട്ടിയെടുക്കുക കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും കൂടി ആ വീട് മിസ്സായതാണ്. എന്നിട്ട് ഈ മസാലയുടെ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒന്ന് അടച്ച് വെച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണക്കം മാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ മസാലയൊക്കെ ഇടുന്ന ചിക്കൻ നല്ല പോലെ കോട്ടായി വരണം കേട്ടോ. നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന കറിനെ പോലെയല്ല. നമ്മളധികം കുക്കറിലായിരിക്കും അല്ലെങ്കിൽ ഇതേപോലെ പാത്രത്തിലായിരിക്കും വെക്കുന്നുണ്ടാകാം. എന്തായാലും ഈ ഒരു ടൈപ്പിൽ നിങ്ങൾ എന്തായാലും വെച്ച് നോക്കണം കേട്ടോ. ഞാൻ ഇത്രയും പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങളൊന്ന് ഗസ് ചെയ്താൽ മതി. അത്രയ്ക്കും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞത് വെറുതെ ആവില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനാവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നപ്പോൾ നമ്മൾ നേരത്തെ മിക്സിയിലിട്ട് വെച്ച തേങ്ങയില്ലേ അത് ഇതേപോലെ അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തിളച്ചാൽ നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം കേട്ടോ. ചിക്കനൊക്കെ ഓൾറെഡി കുക്കായതാണ്. ഇനി വേറൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് ചെറിയുള്ളിയും കൂടിയും കട്ട് ചെയ്തിട്ട് ഒന്ന് താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ആയാൽ പിന്നെ പറയുന്നത് കൊണ്ടാട്ടോ അത്രയും അടിപൊളിയാണ്. എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇതാ നമ്മൾ സൂപ്പറായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. വെറുതെ പറയല്ല, സൂപ്പറാണ്. വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയും. അപ്പോൾ ഓക്കെ, ബൈ.